വിദ്യാസമ്പന്നരായ നൂറുകണക്കിന് ഡോക്ടർമാർ ഈ സദസ്സിലുണ്ട്, നൂറുകണക്കിന് എഞ്ചിനീയർമാർ ഈ സദസ്സിലുണ്ട്. SKSSF-ന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികൾ, SYS-ന്റെ പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തെ കേരളത്തിലെ വിദ്യാസമ്പന്നരും നാനാജാതി മതവിഭാഗക്കാരും ഏറ്റെടുത്തിരിക്കുകയാണ്. ആലപ്പുഴയിലെ നാനാജാതി മതവിഭാഗങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ, എന്റെ ഒരു സുഹൃത്തിനോട് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഓട്ടോ വിളിച്ചപ്പോ ഹിന്ദുവായ ഒരു ഓട്ടോ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ സമസ്തയുടെ ത്രിവർണ്ണ പതാക കെട്ടിയിട്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ക്യാമ്പ് നഗരിയിലേക്ക് കൊണ്ടുവിട്ടപ്പോ ആ ചെറുപ്പക്കാരൻ, ഹിന്ദുവായ ചെറുപ്പക്കാരൻ പണം വാങ്ങിയില്ല. പാതിരാ സമയത്ത് നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ആ സുഹൃത്ത് ചോദിച്ചു, എന്തേ സഹോദര പണം വേണ്ടേ? പകൽ എനിക്ക് ധാരാളം പണം കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രവർത്തകര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ധാരാളം എനിക്ക് പണം കിട്ടിയിട്ടുണ്ട്. രാത്രി ഞാൻ ഉറക്കൊഴിച്ച് പ്രയാസപ്പെടുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് അവർക്ക് ത്യാഗം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഹിന്ദു ചെറുപ്പക്കാർ, നാനാജാതി മതവിഭാഗക്കാർ, ആലപ്പുഴക്കാർക്ക് ഇത് ഏറ്റവും വലിയ ഒരു ഉത്സവം പോലെയാണ്. കാരണം ഒരു സഹോദരൻ പറഞ്ഞത് ഇത് മിനായാണ്, ഇത് അറഫയാണ് എന്നാണ്. ആലപ്പുഴ വിവിധ മേഖലകളിൽ ആലപ്പുഴയുടെ പള്ളികൾക്ക് മുന്നിൽ ഇന്ന് സുബഹി മുതൽ, രാവിലെ മുതൽ ചായയും പലഹാരങ്ങളും സൗജന്യമായ ആളുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ പള്ളികൾക്ക് മുന്നിൽ മധുരപാനീയം വിതരണം ചെയ്യുന്നു, സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നു. ആലപ്പുഴയിലെ നാനാജാതി മതവിഭാഗക്കാര് പോലും നെഞ്ചേറ്റെടുത്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് തള്ളിക്കളയാൻ കഴിയില്ല. സർക്കാരുകൾക്ക്, ഗവൺമെന്റുകൾക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, പത്രപ്രവർത്തകർക്ക് സംഘപരിവാറിന്റെ ജന്മഭൂമി കളിയാക്കി ഈ സമ്മേളനം തുടങ്ങിയപ്പോൾ എഴുതിയത് ആലപ്പുഴയിൽ സമ്മേളനം തുടങ്ങി, സമസ്തയുടെ സമ്മേളനം, പക്ഷെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന്. ഇവിടെ ചെറുപ്പക്കാര് മാത്രം ഒരുമിച്ചുകൂടി ഈ നട്ടുച്ച നേരത്ത് ഈ കടപ്പുറം നിറഞ്ഞുപോയെങ്കിൽ ഞങ്ങളുടെ കുടുംബിനികളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇസ്സത്തോടുകൂടെ ഇവിടെ പ്രവർത്തിക്കുന്നത്, അതിശക്തമായ ജനപിന്തുണ, കേരളത്തിലെ ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് മതവിദ്യാഭ്യാസം പഠിപ്പിച്ചത്. നിങ്ങൾ അറിയുമോ, ഇന്ന് 90 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. മുസ്ലിം സമുദായം, മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ 2011 കണക്ക് പ്രകാരം 85 ലക്ഷമാണ്. ഇപ്പോൾ ഒരുപക്ഷെ 90 ലക്ഷത്തോളം വരുന്ന ആളുകൾ. ഏറെക്കുറെ ഒരു മാസം മുമ്പ് മാതൃഭൂമി നടത്തിയ കണക്ക് പ്രകാരം 15 ലക്ഷം കുഞ്ഞുങ്ങളാണ് മദ്രസ പ്രായത്തിലുള്ള, സ്കൂൾ പ്രായത്തിലുള്ള 15 വയസ്സ് വരെയുള്ള കുട്ടികൾ മുസ്ലിം സമുദായത്തിലുള്ളത് 15 ലക്ഷമാണ് എന്നാണ് മാതൃഭൂമിയുടെ കണക്ക്. ഞങ്ങൾ പറയുന്നു, ആ 15 ലക്ഷം കേരളത്തിലെ മുസ്ലിം കുട്ടികളിൽ 11,10,820 കുട്ടികളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു മണ്ണാങ്കട്ട കണക്കല്ല, ഇത് കൃത്യമായ കണക്കാണ് പറയുന്നത്. 11,10,820 കുട്ടികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടക്ക് 40 ലക്ഷത്തോളം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ കേവലം 90 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ മുസ്ലിം കൈരളിക്ക് 40 ലക്ഷത്തോളം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ ചില ആളുകളുടെ ഒരു അവകാശവാദമുണ്ട്, അതൊക്കെ ഞങ്ങളും നിങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോ 1989 മുമ്പുണ്ടാക്കിയതല്ലേ എന്ന്. 1989 മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മദ്രസകൾ കെട്ടിപ്പണിതത് അത് കാന്തപുരത്തിന്റെ മികവ് കൊണ്ടായിരുന്നില്ല. അത് ബഹുമാനപ്പെട്ട മഹാനായ KP ഉസ്മാൻ സാഹിബ്, NK ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ പോലെയുള്ള സമസ്തയുടെ ഓർഗനൈസർമാരും, ബഹുമാനപ്പെട്ട കോട്ടമല ഉസ്താദ്, ബാഫഖി തങ്ങൾ, CH ഐദ്രോസ് ഉസ്താദ്, MM ബഷീർ ഉസ്താദ് തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന മഹാന്മാര് ആ കാലഘട്ടത്തിൽ 1989 സമസ്തയുടെ മദ്രസകളുടെ എണ്ണം 6187 ആയിരുന്നു. എഴുതേണ്ടവർക്ക് എഴുതാം, റെക്കോർഡ് ചെയ്യേണ്ടവർക്ക് റെക്കോർഡ് ചെയ്യാം. ഇത് കൃത്യമായ കണക്കാണ് പറയുന്നത്. ഒന്നാമത്തെ മദ്രസ മുതൽ കൃത്യമായ കണക്ക്, ഓരോ മദ്രസയുടെ അഡ്രസ് ഞങ്ങൾ തരാം. 1989 വരെ 6187 മദ്രസകളാണുള്ളത്. അത് 2016 എത്തി നിൽക്കുമ്പോ
കൃത്യമായി 9595 മദ്രസകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 89 ശേഷം കാന്തപുരം വിഭാഗത്തെ 6 ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം 3408 മദ്രസകൾ ഈ ചുരുങ്ങിയ 26 കൊല്ലം കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. പക്ഷേ ഈ 3408 മദ്രസകളിൽ ഒരൊറ്റ മദ്രസയും അറബിപ്പണം കൊണ്ട് ഞങ്ങൾ കെട്ടിടമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സമസ്ത ഒരു മദ്രസയും ഉണ്ടാക്കിയിട്ടില്ല. ലക്ഷങ്ങൾ അറബികളെ പറ്റിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ട് കെട്ടിടമുണ്ടാക്കി കൊടുത്ത്, പള്ളി ഉണ്ടാക്കി കൊടുത്ത്, മദ്രസയുടെ സിലബസ് അംഗീകരിക്കണമെന്ന് ഡിമാൻഡ് വെക്കേണ്ട ഗതികേട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉണ്ടായിട്ടില്ല. 3408 മദ്രസകൾ ഈ 26 കൊല്ലത്തിനടക്ക് 307 റേഞ്ചുകളാണ് 1989 ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 417 റേഞ്ചുകളാണ്. ഈ 26 കൊല്ലത്തിനടക്ക് 110 റേഞ്ചുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അധികമുണ്ടായി. അന്ന് 89 മുഅല്ലിം സർവീസ് രജിസ്റ്റർ സമ്പാദിച്ച MSR എടുത്ത 40,770 മുഅല്ലിമീങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 88,900 മുഅല്ലിമീങ്ങൾ. ഈ 26 കൊല്ലത്തിനടക്ക് 48,130 MSR എടുത്ത മുഅല്ലിമീങ്ങൾ. MSR കൊടുക്കുമ്പോ കാന്തപുരം വിഭാഗം MSR എടുക്കാറില്ലല്ലോ. 48,130 ആളുകൾ മുഅല്ലിമീങ്ങൾ. 5ാം ക്ലാസ് അന്ന് പൊതുപരീക്ഷ